നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മുടെ വികാസേട്ടൻ വികാസേട്ടൻ വടുകപ്പുളി കൊടുത്തിട്ടുണ്ട്. വികാസേട്ടൻ അതെങ്ങനെയുണ്ട് വടുകപ്പുളി? കനക്കില്ലേ? അതെവിടുന്നാ എവിടുത്തെ? താണിക്കുടം. അതാണ് താണിക്കുടത്തെ ഐറ്റംസ് ഇട്ടാ. താണിക്കുടം വടുകപ്പുളി നമ്മുടെ വികാസേട്ടനാണ് കൊടുന്നത്. ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം അല്ലേ? കനക്കില്ലെന്നല്ലേ പറയണേ? വികാസേട്ടൻ എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ കാന്താരി മുളകിൻ്റെ മെയിൻ ആള്. അടിപൊളി ഐറ്റം. അപ്പോൾ ഓണത്തിന് വടുകപ്പുളിക്ക് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കായ ഞാൻ പറയില്ലേ, കമ്പല്ല തേനി എന്ന് പറഞ്ഞൊരു കായില്ലേ, കമ്പല്ല, സോറി തെറ്റി, ഇടയ്ക്കിടയ്ക്ക് തെറ്റി പറ്റാന്നേ. അതാണ് ഐറ്റം കേട്ടോ. ഇതിപ്പോൾ പല ആൾക്കാർ ഇതിൻ്റെ വിത്തൊക്കെ ചോദിച്ചു. ആൾ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഒരു 20 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തവണ 20 എണ്ണം വെച്ചിട്ട് അവർക്ക് കിട്ടിയതൊരു 13 കായ കിട്ടുന്നുണ്ട്. 13 എണ്ണം കിട്ടിയത്. അപ്പോൾ അത് അത്രയും നന്നായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഏകദേശം വളർന്ന് വലുതായിട്ട് വരുമ്പോൾ ആ കൂമ്പിൻ്റെ അവിടെ ഒരു ചീച്ചിൽ വരുന്നു. അപ്പോൾ പിന്നെ ആ കായ പിന്നെ അങ്ങനെ നിൽക്കുന്നു. ആകെ കിട്ടണത് ഇങ്ങനെയായിരിക്കും. പക്ഷേ നിങ്ങളൊരു 100 എണ്ണം വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 70 എണ്ണം അല്ലെങ്കിൽ ഒരു 60 എണ്ണമൊക്കെ കിട്ടുള്ളൂ എന്ന്. ഇതാണ് ഐറ്റം കേട്ടോ. തേനി എന്ന് പറയുന്നത് ഈ ഐറ്റം കായൊക്കെ നാടൻ കായ കേട്ടോ. അടിപൊളി കൊലയാണ്, വലിയ കൊലയാണ്. 30-35 കിലോന് വെയിറ്റ്. അത്രയും വലിയ കായൊക്കെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ താണിയോടത്തേക്ക് വരും കേട്ടോ. തണ്ണേട്ടനോട് ചോദിച്ചു എന്നുള്ളൂ.